നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉപവൻ റിസോർട്ടിൽ തണ്ടർബോൾട്ട് വെടിവെച്ചു കൊന്ന മാവോയിസ്റ്റ് നേതാവ് തന്റെ സഹോദരനാണെന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ CP റഷീദ്. കൊലപാതകത്തിൽ സംശയമുണ്ടെന്നും സഹോദരന്റെ മൃതദേഹം പോലീസ് കാണാൻ അനുവദിക്കുന്നില്ല എന്നും റഷീദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കൊലപാതകത്തിൽ സംശയമുണ്ട്. സഖാവ് CP ജലീലാണെങ്കിൽ അതെന്റെ അനിയനാണ്. എന്തുകൊണ്ട് ഡെഡ് ബോഡി കാണാൻ അനുവദിക്കുന്നില്ല? റഷീദ് ചോദിക്കുന്നു. ജലീലിന്റെ കൊലപാതകത്തിൽ തനിക്കും ബന്ധുക്കൾക്കും സംശയമുണ്ട്. ജലീലിനെ തണ്ടർബോൾട്ട് അന്യായമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും റഷീദ് ആരോപിച്ചു. കമിഴ്ന്നു കിടക്കുന്ന നിലയിലുള്ള മൃതദേഹം ജലീലിന്റേതാണെന്ന് റഷീദ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ ആദ്യം വെടിവെച്ചെന്നും തുടർന്ന് പോലീസ് തിരിച്ചു വെടിവെയ്പ് നടത്തുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഏറ്റുമുട്ടലാണെന്ന് പോലീസ് പറയുമ്പോഴും പോലീസുകാർക്ക് ആർക്കും പരിക്കില്ല. ഏറ്റുമുട്ടലിൽ ഗുരുതര പരിക്കേറ്റ വേൽമുരുകൻ എന്ന മാവോയിസ്റ്റ് നേതാവ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. തമിഴ്നാട് സ്വദേശിയാണ് വേൽമുരുകൻ. എന്നാൽ ഇക്കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റുമുട്ടലിൽ മറ്റു ചില മാവോയിസ്റ്റ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കാടുകളിലേക്ക് രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് വൈത്തിരി ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഉപവൻ എന്ന സ്വകാര്യ റിസോർട്ടിൽ 5-അംഗ മാവോയിസ്റ്റ് സംഘം എത്തിയത്. ഇവർ 50,000 രൂപയും ഭക്ഷണവും ആവശ്യപ്പെടുകയും ഉടമയുമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ തണ്ടർബോൾട്ടിനെ വിവരം അറിയിക്കുകയായിരുന്നു. തണ്ടർബോൾട്ട് സംഘം സ്ഥലത്തെത്തിയതിനെ തുടർന്നാണ് വെടിവയ്പുണ്ടായത്. ഇന്ന് പുലർച്ചെ 4:30 വരെ വെടിവയ്പ് നീണ്ടുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. പോലീസ് ഏറ്റുമുട്ടലിൽ റിസോർട്ടിൽ വെച്ച് ജലീൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ നിഗമനങ്ങൾ പുറത്തുവന്നത്. പിന്നീടാണ് പാറക്കൂട്ടത്തിനരികിൽ എന്ന വിധം മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത്. അതായത് റിസോർട്ടിലെ ഏറ്റുമുട്ടലിൽ വെച്ചല്ല ജലീലിന് വെടിയേറ്റത് എന്ന് വ്യക്തം. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് വെടിയേറ്റത് എന്ന് കരുതുന്നു. സമരം വിജയങ്ങളും തിരിച്ചടിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാവോയിസ്റ്റുകളുടെ കേരള സമൂഹത്തിലെ ഇടപെടൽ. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൽ മാവോവാദികളും അതുമായി ബന്ധപ്പെട്ട തീവ്ര ഇടതു നിലപാടുകാരും രംഗത്ത് വന്നിരുന്നു. എന്നാൽ അന്ന് കേരള സർക്കാർ അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല. ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തതെന്നും ആക്ഷേപമുണ്ട്. എന്തായാലും എതിർപ്പുകളെ നേരിട്ടുള്ള പോരാട്ടമാണ് മാവോയിസ്റ്റുകളുടെ ചരിത്രം. അവരെ വേട്ടയാടി ഉന്മൂലനം ചെയ്യുകയാണ് ചരിത്രത്തിലും ഇന്നും നാളെയുമൊക്കെ പോലീസിന്റെ ജോലിയും. കോടികളാണ് കേരളത്തിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്കായി ചിലവിടുന്നത്. മാവോയിസ്റ്റുകാർ വേട്ടയാടുന്നത് അഴിമതിക്കാരെയും പെൺവാണിഭക്കാരായ രാഷ്ട്രീയ നേതാക്കളെയും കള്ളപ്പണക്കാരെയുമാണ്. അതിനാൽ തന്നെ ഒരു മാവോവാദി പോലും ജീവിച്ചിരിക്കരുത് എന്നുള്ള വാശിയും ഉന്നതങ്ങളിലുണ്ട്. മാവോവാദികളുടെ ശത്രു സാധാരണക്കാരല്ല. അവരുടെ ശത്രുക്കൾ അവരെ ഉന്മൂലനം ചെയ്യാൻ പദ്ധതികൾ തയ്യാറാക്കുന്നവർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.